അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യയിൽ വെച്ച് PhD ചെയ്യുകയും തുടർന്ന് നിലവിൽ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കുല്ലിയ ഓഫ് ഖുർആൻ ആൻഡ് സയൻസിൻ്റെ ഡീനുമായ സുഹൈൽ ഹിദായ ഉസ്താദാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേരളത്തിലെ അറിയപ്പെട്ട ഖുർആൻ പരിഭാഷയെക്കുറിച്ച് എഴുതുന്ന വ്യക്തിയാണ്. നമുക്ക് ഖുർആനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഉസ്താദുമായി ചോദിച്ചറിയാം. എന്തുകൊണ്ട് ഖുർആൻ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ഉസ്താദിൻ്റെ പഠനങ്ങളും മലേഷ്യയിലെ പഠന സാഹചര്യങ്ങളും? വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, അള്ളാഹു മുഴുവൻ ലോകങ്ങൾക്കും ഹിദായത്തായിട്ട് സന്മാർഗമായിട്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു ഗൈഡൻസ് അത് ഭാഷകൾക്ക് ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ ഭാഷകളിലേക്കും എത്തിയാലേ അതിൻ്റെ ഗൈഡൻസ് എല്ലാവർക്കും കിട്ടുള്ളൂ. അതാണ് ഖുർആൻ ട്രാൻസ്ലേഷൻസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. എന്നാൽ അതേസമയം ഖുർആൻ ട്രാൻസ്ലേഷൻ എന്നുള്ളത്, ഖുർആൻ പരിഭാഷ എന്നുള്ളത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടിയാണ്. കാരണം വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, അതൊരു അള്ളാഹുവിൻ്റെ മുഅ്ജസായിട്ടുള്ള ഇഅ്ജാസുള്ള അമാനുഷികമായ ഒരു ഗ്രന്ഥമാണ്. അത് ഖുർആൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല, അതിൻ്റെ ഭാഷയും ഒരേ സമയം അമാനുഷികമായ ഒരു സംഗതിയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അറബി ഭാഷയിൽ നിന്ന്, അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ആ ഒരു അമാനുഷികമായ ഭാഷ അവിടെ കൈമോശം വരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പരിഭാഷ എന്നുള്ളത് വളരെ വിവാദമായ ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിക് സ്റ്റഡീസിൽ, ദിറാസാത്ത് ഖുർആനിയയിൽ എല്ലാ കാലത്തും വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് ഖുർആൻ പരിഭാഷ എന്നുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇനി ഖുർആൻ പരിഭാഷയെക്കുറിച്ചുള്ള കുറേ ചർച്ചകൾ തുടക്കം മുതലേ നടക്കുന്നുണ്ട്. എന്നാൽ വിവിധ ആഗോള ഭാഷകളിലേക്കുള്ള പരിഭാഷകളെക്കുറിച്ചാണ് കാര്യമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഖുർആൻ പരിഭാഷകളോട് ഏത് രീതിയിലാണ് എൻഗേജ് ചെയ്തത്, അതുപോലെ ഖുർആൻ പരിഭാഷപ്പെടുത്തുമ്പോൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്ന അതിൻ്റെ ഡൈവേഴ്സിറ്റി, അതിൻ്റെ വൈവിധ്യം, അതുപോലെ അതിൻ്റെ വിവിധ രീതിശാസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. മലേഷ്യയിലെ പഠന സാഹചര്യങ്ങൾ. ഞാൻ ദാറുൽ ഹുദയിൽ 12 വർഷം പഠിച്ച ദാറുൽ ഹുദയിൽ ഖുർആൻ ഡിപ്പാർട്ട്മെൻറ്റിൽ PG കഴിഞ്ഞിട്ടാണ് മലേഷ്യയിൽ പോകുന്നത്. നമ്മളിവിടെ ഇന്ത്യൻ രീതിയിലൊക്കെ പരിചയിച്ച ഒരു സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതി, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു മലേഷ്യയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ്സിൽ പോയി രാവിലെ പോയിട്ട് ഈവനിങ് വരെ ക്ലാസ്, അതിൻ്റെ ഇടയിൽ വിവിധ അധ്യാപകർ ക്ലാസ്സിലേക്ക് വരിക എന്നൊരു രീതിയാണല്ലോ. അവിടെ എത്തിയപ്പോൾ ഫസ്റ്റത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ 5 വർഷമാണ് മലേഷ്യയിൽ കഴിഞ്ഞത്. അതിൽ ഫസ്റ്റത്തെ ഒരു വർഷമേ നമുക്ക് കോഴ്സ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ഉണ്ടാവുള്ളൂ. ആ ക്ലാസ്സുകൾ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക. അതായത് വൈകുന്നേരം ഒരു 5 മണി മുതൽ 7:30 വരെ ക്ലാസ്. ബാക്കി എല്ലാ സമയവും നമ്മൾ ഫ്രീ ആണ്. ബാക്കിയുള്ള സമയം റിസർച്ചാണ്. നമുക്ക് ഫസ്റ്റൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. കാരണം ഒരു 2.5 മണിക്കൂർ ക്ലാസ്, ബാക്കി 21.5 മണിക്കൂർ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമുക്കത് പ്രത്യേകിച്ചൊരു പണിയൊന്നും ഇല്ലയെന്ന് തോന്നും. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു സാമ്പ്രദായിക രീതിയിൽ പഠിക്കുന്നതിനേക്കാളും കാര്യങ്ങൾ പഠിച്ചത് അവിടെ വെച്ചിട്ടാണ്. കാരണം ആ ഒരു സിസ്റ്റത്തിലാണ് അവിടുത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ അവർ സംവിധാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഖുർആൻ പരിഭാഷയെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഷകൾക്കും അതിൻ്റേതായ പ്രാധാന്യം, അതിൻ്റേതായ വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. കേരളത്തിലെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മുസ്ലിം മൈനോറിറ്റി ഭാഷയാണ്. അതായത് മലയാളം സംസാരിക്കുന്ന മലയാളികളിൽ ഒരു 1/4 മാത്രമേ മുസ്ലിങ്ങൾ വരുന്നുള്ളൂ. എന്നാൽ അതേസമയം തന്നെ കേരളത്തിൽ 50-ലധികം ഖുർആൻ പരിഭാഷകളുണ്ട്. ഇത് ശരിക്കും ഒരു ഭയങ്കരമായ ഒരു കണക്കാണ്. കാരണം ഒരു മുസ്ലിം മൈനോറിറ്റി ഭാഷയിൽ 50-ലധികം ഖുർആൻ പരിഭാഷകൾ വരുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഖുർആൻ പരിഭാഷയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതൊരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഖുർആൻ പരിഭാഷകൾ ആഗോളതലത്തിൽ തന്നെ വ്യാപകമാവുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ. അതേ സമയത്ത് തന്നെ കേരളത്തിലും ഖുർആൻ പരിഭാഷകൾ വ്യാപകമാവുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്നാണല്ലോ വരുന്നത്. കേരളത്തിലെ ഖുർആൻ പരിഭാഷയുടെ ചരിത്രത്തിലും കണ്ണൂരിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. 1855 കണ്ണൂരുകാരനായ മായൻകുട്ടി ഇളയ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേരളത്തിൽ. ഇപ്പോൾ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി പ്രകാരം അദ്ദേഹം വിശുദ്ധ ഖുർആൻ അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡിബേറ്റഡ് ഇഷ്യൂ ആണല്ലോ. അപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി സുരക്ഷിതമായിട്ടുള്ള ഖുർആൻ തഫ്സീർ പരിഭാഷയാണ് അദ്ദേഹം നിർവഹിച്ചത്. അതായത് തഫ്സീറുൽ ജലാലൈൻ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പണ്ടുകാലം മുതലേ കേരളത്തിലെ പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈൻ. അപ്പോൾ തഫ്സീറുൽ ജലാലൈൻ അദ്ദേഹം അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. അതിന് തർജമത്ത് തഫ്സീറുൽ ഖുർആൻ എന്നാണ് അദ്ദേഹം പേര് വെക്കുന്നത്. അതായത് ഖുർആൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പരിഭാഷ. കുറച്ചും കൂടി ഒരു സുരക്ഷിതമായ ഒരു പേരാണ്. പക്ഷേ എന്നാലും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ കേരളത്തിൽ പല
ഫത്വകളും വന്നു എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ആ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1855 അദ്ദേഹം തുടങ്ങുന്നത്. 1869 അദ്ദേഹം പരിഭാഷ പൂർത്തിയാക്കുന്നു. പിന്നീട് കുറേ കയ്യെഴുത്തുകാരെ വെച്ചിട്ട് ഈ പരിഭാഷകൾ അദ്ദേഹം എഴുതിയുണ്ടാക്കി കേരളത്തിലെ വിവിധ തറവാടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നു. നമ്മുടെ മലപ്പുറം ജില്ലയിലടക്കം പുരാതന തറവാടുകളിൽ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് അത് പ്രിൻ്റ് ചെയ്തിട്ട് കുറേ നാടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതാണ് 19-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രം. 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഈ ഖുർആൻ പരിഭാഷ എന്നുള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുറച്ചും കൂടി ചർച്ചകൾ നടക്കുന്നു. സ്വാഭാവികമായും കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മലയാളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഖുർആൻ പരിഭാഷപ്പെടുത്തി തുടങ്ങുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ ദീപിക എന്നുള്ള ഒരു പ്രസിദ്ധീകരണത്തിലാണ് ഖുർആൻ പരിഭാഷപ്പെടുത്തി തുടങ്ങുന്നത്. പക്ഷേ 1931-ലാണിത്. 32-ൽ തന്നെ അദ്ദേഹം മരണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഈ വക്കം മൗലവിയാണ് കേരളത്തിലെ ഖുർആൻ പരിഭാഷകളിൽ കുറേ പുതിയ ട്രെൻഡുകൾ സെറ്റ് ചെയ്തത്. ഉദാഹരണത്തിന് അതുവരെയുള്ള ഖുർആൻ പരിഭാഷകൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് റഹ്മാൻ, റഹീം, മലക്ക്, റസൂല് തുടങ്ങിയ കുറേ അറബി പദങ്ങൾ പരിഭാഷപ്പെടുത്താതെ അറബിയിൽ തന്നെ എഴുതുക എന്നുള്ളതായിരുന്നു. വക്കം മൗലവിയാണ് റഹ്മാൻ എന്നുള്ളതിന് മഹാകാരുണികൻ, റഹീം കരുണാനിധി തുടങ്ങിയ കുറേ വാക്കുകളൊക്കെ അദ്ദേഹം കോയിൻ ചെയ്യുന്നു. പിന്നീടുള്ള പരിഭാഷകളിലൊക്കെ ഇതിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് മലയാളത്തിലെ ഖുർആൻ പരിഭാഷകൾ ഒരു മൂവ്മെൻ്റായിട്ട് തുടങ്ങുന്നത്. പിന്നെ അപ്പോഴും കേരളത്തിലെ ഈ ഉൽപ്പതിഷ്ണു വിഭാഗങ്ങൾ എന്ന് പറയാവുന്ന ആളുകൾ അവരായിരുന്നു കാര്യമായിട്ട് ഇത് പരിഭാഷപ്പെടുത്തിയിരുന്നത്. അപൂർവം ചില സുന്നി പണ്ഡിതന്മാരും ചില സൂറത്തുകളും ചില ജുസുകളും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് കാണാതിരുന്നു കൂടെ. പിന്നീട് 1970-കൾക്ക് ശേഷമാണ് കാര്യമായിട്ട് സുന്നികൾ ഈ ഒരു രംഗത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഖുർആൻ പരിഭാഷയെക്കുറിച്ചുള്ള കുറേ വിവാദങ്ങൾ കെ വി ഉസ്താദിൻ്റെ പരിഭാഷയ്ക്ക് ശേഷം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ മലയാളത്തിലെ ഖുർആൻ പരിഭാഷകൾ പൊതുവായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ വിവിധ രീതിശാസ്ത്രങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ PhD പഠനത്തിൽ ഇതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലെ ഖുർആൻ പരിഭാഷകൾ പ്രധാനമായിട്ടും 4 ധാരകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് കേരളത്തിലെ പാരമ്പര്യ സുന്നികളുടെ ആ ഒരു ലൈന്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് KV ഉസ്താദിൻ്റെ പരിഭാഷ അടയാളപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന് കുറച്ചും കൂടി മോഡേണിസ്റ്റ് ആയിട്ടുള്ള, അതിൽ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷ ഒരു പ്രധാനപ്പെട്ട അതിലെ ഒരു നാഴികക്കല്ലാണ്. മറ്റൊന്ന് സലഫി മൻഹജാണ്. അതിൽ അമാനി മൗലവിയുടെ പരിഭാഷ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. പിന്നെ ഒന്ന് ഖാദിയാനികൾ, അവർ മുസ്ലിം ലോകം ഒന്നടങ്കം ഇസ്ലാമിന് പുറത്തുനിന്ന് വിധി എഴുതിയ ഖാദിയാനികൾ, അഹമ്മദിയ മൂവ്മെൻറ്റ്, അവരുടെ ഒരു രീതി, അതിൽ ഒരു പരിഭാഷ മുഹമ്മദ് അബുൽ വഫ മൗലവിയുടെ ഒരു ഖുർആൻ പരിഭാഷയും അതിൽ കാണാൻ പറ്റും. അങ്ങനെ പ്രധാനമായും 4 ധാരകൾ. ഒരു ധാരക്കുള്ളിൽ തന്നെ പല രീതിയിലും ഏറിയും കുറഞ്ഞൊക്കെ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പാരമ്പര്യ സുന്നികൾ ആ ഒരു രീതിയിലാണ് പരിഭാഷപ്പെടുത്തുന്നത്. അതേസമയം ഇപ്പോൾ മോഡേണിസ്റ്റ്, ഇപ്പോൾ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അദ്ദേഹമാണ് മലയാളത്തിൽ ഖുർആൻ പൂർണ്ണമായും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയാണ്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ വീഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് ലൈനാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു റാഷണൽ അപ്രോച്ചായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ വിവിധ സൂക്തങ്ങളൊക്കെ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി ബുദ്ധിക്ക് ദഹിക്കുന്ന രീതിയിൽ യുക്തിപരമായിട്ട് വ്യാഖ്യാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണുന്ന കുറേ മുഅ്ജിസത്തുകൾ, അത്ഭുത സംഭവങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൻ നംലിൽ നമുക്ക് കാണാൻ പറ്റും. സുലൈമാൻ നബി അദ്ദേഹം കുറേ ഒരു ഉറുമ്പുകളുടെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം കുറച്ച് ഉറുമ്പുകൾ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അവർ എന്ത് ചെയ്യണം, കാലത്ത് നംലത്തുൻ. അപ്പോൾ ഒരു നംലത്ത് ഒരു ഉറുമ്പ് പറയണത് നിങ്ങളെല്ലാവരും പെട്ടെന്ന് മാളത്തിലേക്ക് പോയിക്കോളി. സുലൈമാൻ നബിയും സൈന്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹം വിശദീകരിക്കുന്നു, സുലൈമാൻ നബി വാദിൻ നംല് എന്നുള്ള ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ കാലത്ത് നംലത്തുൻ, നംല് ഗോത്രക്കാരിയായ ഒരു സ്ത്രീ പറഞ്ഞു എന്നൊക്കെ ആയിട്ട് ഇതിനെ റാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം സുലൈമാൻ നബിയെ പോലുള്ള ഒരു വലിയ പ്രവാചകൻ, വലിയൊരു രാജാവ് എന്ത് ചെയ്യുക, ചെറിയ ഒരു ഉറുമ്പിൻ്റെ സംഭാഷണം കേൾക്കുക, അത് കേട്ടിട്ട് എന്ത് ചെയ്യുക, ഉറുമ്പുകളൊക്കെ മാളത്തിലേക്ക് പോവുക, അത് കേട്ടിട്ട് സുലൈമാൻ നബി ചിരിക്കുക, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമായിട്ടാണ് CNN തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ശരിക്ക് ഇതിനെ ഇങ്ങനെ റാഷണലൈസ് ചെയ്യുന്നതാണ് യുക്തിരഹിതം. കാരണം സുലൈമാൻ നബി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, അവരൊക്കെ എന്ത് ചെയ്തു, അവരെ വീടുകളിലേക്ക് പോയി, അത് കേട്ട് സുലൈമാൻ നബി ചിരിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ചിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ റാഷണലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ കേരളത്തിലുള്ള ഖുർആൻ പരിഭാഷകളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സസ്, പരിഭാഷ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കേരളത്തിൽ വളരെ സജീവമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് 1970-കൾക്കൊക്കെ ശേഷം ഈ KV ഉസ്താദിൻ്റെ പരിഭാഷയ്ക്ക് ശേഷം കേരളത്തിലെ സുന്നി കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ പരിഭാഷകളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഡിബേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ഖുർആൻ പരിഭാഷകളെ ഒരു പ്രത്യേക ചർച്ചാ വിഷയമാക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറയാൻ പറ്റും. കേരളത്തിലെ ഖുർആൻ പഠനവും അതുപോലെ തന്നെ അതിൻ്റെ ഗുണപരമായ ഒരു വശവും അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മയും. കേരളത്തിലെ ഖുർആൻ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പല തലങ്ങളുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഓരോ നാടുകൾക്കും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം ലോകത്ത് ഇന്ത്യയുടെ ഒരു ഇടം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹദീസാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം മുഹദ്ദിസീങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരേന്ത്യ അല്ലെങ്കിൽ മുസ്ലിം ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയാവുന്നത് ഫിഖ്ഹാണ്. ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഫിഖ്ഹിന് വളരെ വലിയ ഒരു സ്വാധീനമുള്ളതായിട്ട് കാണാൻ പറ്റും. എന്നാൽ അതേസമയം ഖുർആനിക പഠന മേഖലയിൽ അല്ലെങ്കിൽ തഫ്സീർ മേഖലയിലൊന്നും കാര്യമായ ശ്രദ്ധ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ കേരളത്തിൽ വേണ്ടത്ര ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ അതേസമയം പാരമ്പര്യമായിട്ട് തന്നെ നമ്മൾ തഫ്സീറുൽ ജലാലീൻ ഉൾപ്പെടെ നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ പഠിക്കുന്നു. എന്നാൽ അതേസമയം അതിനെ ഒരു ഗവേഷണാത്മകമായിട്ടൊക്കെ സമീപിക്കുന്ന ഒരു രീതി നമ്മുടെ നാടുകളിൽ ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്രായേലിയാത്തിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതായത് തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ജൂത ക്രൈസ്തവ സ്രോതസ്സുകളിൽ നിന്നും തഫ്സീർ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു കൂടിയ പല നിവേദനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ പ്രവിശാലമായ വിഷയമാണ്. അതിനെക്കുറിച്ചൊക്കെ പല ചർച്ചകളും ഓൾറെഡി നടന്നിട്ടുണ്ട്, പണ്ഡിതന്മാരെന്നെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസിക്കൽ തഫ്സീറുകളിൽ തന്നെ അത്തരം ചർച്ചകൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ അത്തരം ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ തന്നെ ഇവിടെ പല വിവാദങ്ങളുണ്ടായി. അതായത് നമ്മൾ തഫ്സീറിനെ കുറിച്ച് അത്രയും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അതിനൊരു ഗവേഷണാത്മകമായി സമീപിക്കാനോ അത്തരം ഒരു രീതിയിലേക്കൊന്നും ഇവിടുത്തെ പഠനങ്ങൾ ഇനിയും ഉയരാനുണ്ടെന്ന് തോന്നുന്നു. ഖുർആനിൽ പുരുഷാധിപത്യമുണ്ടോ? അതായത് ഒരു ഫെമിനിസ്റ്റ് റീഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഖുർആനെ കുറിച്ച്. അതുപോലെ തന്നെ ഖുർആനിൽ മുഫസ്സിറാത്തുകൾ ഇല്ല എന്നുള്ളൊരു വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഖുർആൻ ഒരു പുരുഷാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നുള്ളൊരു വിമർശനം അത് കാര്യമായിട്ട് ഓറിയന്റലിസ്റ്റുകൾ ഉയർത്തിയ ഒരു വിമർശനമാണ്. അതേസമയം ഇന്നത്തെ വർത്തമാന കാലത്ത് കുറേ മുസ്ലിം ഫെമിനിസ്റ്റുകളും ആ ഒരു വാദഗതി ഏറ്റുപിടിച്ച് അവരുടേതായ പല നിഗമനങ്ങളും പല നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ആമിന വദൂദൊക്കെ ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ ഒരു രീതിയിൽ കുറേ ഗവേഷണങ്ങൾ നടത്തിയ ആളുകളാണ്. ശരിക്കും വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു ഖുർആനിക സന്ദേശം, വിശുദ്ധ ഖുർആൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പുരുഷന്മാരെ മാത്രം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുക എന്നുള്ളതല്ല. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യന്മാരുടെ അടിസ്ഥാന മൂല്യമായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. തഖ്വ എന്നുള്ളത് ഒരിക്കലും ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ടൊരു സംഗതിയല്ല. എന്നാൽ അതേസമയം വിശുദ്ധ ഖുർആൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെയല്ല കാണുന്നത്. അതൊരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നു വലൈസ ദക്കറു കൽ ഉൻസ, അല്ലെങ്കിൽ ഖിവാമ അർരിജാലു ഖവ്വാമുന അലൻ നിസ, സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു കുടുംബ വ്യവസ്ഥയിൽ സ്ത്രീകളുടെ കൈകാര്യ കർത്തൃത്വം പുരുഷനെ വിശുദ്ധ ഖുർആൻ ഏൽപ്പിക്കുന്നു. അങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. ഇതൊരിക്കലും സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു വിഷയമല്ല. എന്നാൽ അതേസമയം ജെൻഡർ റോൾസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം പുരുഷന് പുരുഷൻ്റേതായ റോളുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടേതായ റോളുണ്ട്. പുരുഷനാണോ സ്ത്രീയാണോ ഏറ്റവും ഉഷാറെന്ന് വെച്ചാൽ പ്രസവം, അതിൽ പുരുഷനാണോ സ്ത്രീയാണോ ഉഷാറെന്ന് വെച്ചാൽ പുരുഷന് ഉഷാറല്ല എന്ന് മാത്രമല്ല, പുരുഷന് കഴിയാത്ത കാര്യമാണ്. അങ്ങനെ ഓരോ ജെൻഡറിനും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീക്കും അവരുടേതായ റോള് വിശുദ്ധ ഖുർആൻ നിർണ്ണയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ഈ ഒരു പ്രാപഞ്ചിക സംവിധാനം ആ ഒരു രീതിയിലാണല്ലോ. അതിനെ നമുക്കൊരിക്കലും കാണാതിരിക്കാനും പറ്റൂല. പിന്നെ നിങ്ങൾ മുഫസ്സിറാത്ത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചു. അതായത് വിശുദ്ധ ഖുർആൻ തഫ്സീർ ചെയ്യാൻ പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാർ തഫ്സീർ ചെയ്യണം, സ്ത്രീക്കും വേണ്ടി സ്ത്രീകൾ തഫ്സീർ ചെയ്യണം എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗോള സംവിധാനങ്ങൾ തന്നെ അങ്ങനെയാണല്ലോ. ഓരോ ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫി എത്ര സ്ത്രീകളായിട്ടുള്ള ഫിലോസഫേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അത് ഓരോ മേഖലയിൽ നോക്കിയാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ അതേസമയം തഫ്സീർ ചെയ്ത കുറേ പണ്ഡിത വനിതകളെ നമുക്ക് കാണാൻ പറ്റും. ആയിഷ, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ, അത്തരം കുറേ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ജെൻഡർ എന്നുള്ളതൊരു പ്രത്യേക ഘടകമല്ല. അല്ലെങ്കിൽ പുരുഷന്മാരായ മുഫസ്സിറൂൻ തഫ്സീർ ചെയ്തതുകൊണ്ട് അതൊരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയായി എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറെയും കുറേ വിഷയങ്ങൾ, ഇപ്പോൾ സ്ത്രീകളുടെ ഷഹാദത്ത് അല്ലെങ്കിൽ സ്ത്രീയുടെ അനന്തരാവകാശം, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ. അപ്പോൾ അതിലൊക്കെ ആ ഒരു ഖുർആനിക സൂക്തം മാത്രം പരിഗണിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു ഹോളിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് അതിൽ കാണൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ സ്ത്രീക്ക് എന്ത് ചെയ്യുന്നു,
പുരുഷൻ്റെ പകുതി മാത്രമേ അനന്തരാവകാശം കൊടുക്കുന്നുള്ളൂ എന്ന് വ്യാപകമായിട്ടൊരു വിമർശനം വരാറുണ്ട്. അപ്പോൾ സ്ത്രീയുടെ സാമ്പത്തിക ബാധ്യതകൾ എന്തൊക്കെയാണ്, അത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ബാധ്യതകളും പുരുഷനാണ് വരുന്നത്, എന്നിട്ടും സ്ത്രീയുടെ ഇരട്ടിയെ പുരുഷന് ലഭിക്കുന്നുള്ളൂ എന്നുള്ളൊരു സംഗതി. പിന്നെ അതുപോലെ തന്നെ സ്ത്രീക്കൊരിക്കലും പകുതി എന്നുള്ള ഒരു പ്രയോഗമല്ല വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൻ, അതായത് സ്ത്രീയുടെ ഇരട്ടിയാണ് പുരുഷൻ്റെ പകുതിയല്ല സ്ത്രീക്ക്. ഒരു സാധനത്തിന് പകുതി എന്ന് പറയുമ്പോൾ മറ്റു പകുതി എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു പകുതി എന്ന് പറയുമ്പോൾ ഒരു പകുതി നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീയെ ഒന്ന് താഴ്ത്തിക്കെട്ടുന്നൊരവസ്ഥ വരുന്നു. അതല്ല ചെയ്യുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരേ അളവുണ്ട്, സ്ത്രീയുടേതിനേക്കാൾ പുരുഷന് ഇരട്ടിയുണ്ടെന്ന് പറയാൻ കാരണം സ്ത്രീയുടേതിനേക്കാൾ പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ബാധ്യതകളും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വിശുദ്ധ ഖുർആൻ്റെ ഇത്തരം പ്രയോഗങ്ങളൊക്കെ സൂക്ഷ്മതലത്തിൽ സമീപിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റും. ഈ പഴയകാല ഖുർആൻ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ പുതിയ കാല ഖുർആൻ വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരറ്റീവ് സ്റ്റഡി എങ്ങനെയായിരിക്കും? പഴയ കാലത്തുള്ള തഫ്സീറും പുതിയ കാലത്തുള്ള തഫ്സീറും പല മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമാണ്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ഗ്രന്ഥമാണ്, സർവജ്ഞനായ അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ ഓരോ കാലത്തോടും വിശുദ്ധ ഖുർആൻ സംവദിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ തഫ്സീറിലും ആ തഫ്സീർ രചിക്കപ്പെട്ട ആ ഒരു കാലഘട്ടം അത് സ്വാഭാവികമായിട്ടും അതിൽ സ്വാധീനം ചെലുത്തും. അപ്പോൾ പഴയകാല തഫ്സീറുകൾ കാര്യമായിട്ട് അറേബ്യൻ കോണ്ടെക്സ്റ്റിലായിരിക്കും അത് രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പഴയ കാലത്ത് ഭാഷ അല്ലെങ്കിൽ ലുഗത്ത്, ബലാഗ, അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് അതിന് സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ഒരു മേൽക്കോയ്മ കിട്ടും. എന്നാൽ ആധുനിക കാലത്തേക്ക് വരുമ്പോൾ പുതിയ കുറേ വെല്ലുവിളികൾ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ പഴയ കാലത്ത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ തഫ്സീർ ഒരു പക്ഷേ രചിക്കപ്പെട്ടിട്ടുണ്ടാവുക. പുതിയ കാലത്താവുമ്പോൾ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും ഇത് ചിലപ്പോൾ എമേർജ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പുതിയ കാലത്ത് പല ഊന്നലുകൾ സ്വാഭാവികമായിട്ടും മാറ്റം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ കാലത്ത് ഇല്ലാത്ത കുറേ പുതിയ ടെർമിനോളജീസ് പുതിയ കാലത്ത് എമേർജ് ചെയ്തെന്ന് വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ അൽ വസത്തിയ്യ അല്ലെങ്കിൽ അൽ ഖിവാമ എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ സംഗതികൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു മധ്യമം സമൂഹമാക്കിയിട്ട് അള്ളാഹു മാറ്റി, അതായത് ഒരു മോഡറേറ്റ് സമൂഹം. അപ്പോൾ പഴയ കാലത്തുള്ള തഫ്സീറുകൾ, ക്ലാസിക്കൽ തഫ്സീറുകളിലൊന്നും നമുക്ക് ഇതിൻ്റെ കുറേ ചർച്ചകൾ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം പഴയ കാലത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ്ലി ബാലൻസ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണെന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പുതിയ കാലത്തെത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടാകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്, ഭീകരവാദമാണ് തുടങ്ങിയിട്ടുള്ള കുറേ ആരോപണങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു പുതിയ ഒരു പ്രതിഭാസം തന്നെ എമേർജ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീവ്രവാദമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മധ്യമ സമൂഹമാണെന്നുള്ളതിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ പുതിയ കാലത്ത് കോയിൻ ചെയ്യപ്പെട്ട ഒരു പുതിയ ടെർമിനോളജിയാണ് അൽ വസത്തിയ എന്നുള്ള പേരിൽ കുറേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കുറേ കോൺഫറൻസുകൾ, സെമിനാറുകൾ, അങ്ങനത്തെ കുറേ സംഗതികൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഖിവാമ. ഈ ഖിവാമ എന്നുള്ളൊരു ടെർമിനോളജി നമുക്ക് പഴയ കാലത്ത് ക്ലാസിക്കൽ തഫ്സീറുകളിലൊന്നും കാണാൻ പറ്റില്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസ എന്നുള്ള ആ ഒരു ആയത്തിനെ മുഫസ്സിറുകൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, വ്യാഖ്യാനിക്കും. അവർ കൂടുതൽ ജാഗ്രത ഒന്നും അവിടെ കാണിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഈ ഖിവാമ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ പുതിയ കാലത്ത് മുഫസ്സിറുകൾ കുറച്ചും കൂടി ജാഗ്രത ഈ ഒരു തഫ്സീറിൽ, ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറുകളിൽ കാണിക്കും. അപ്പോൾ അത്തരം മാറ്റങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും. പിന്നെ ചില ആയത്തുകൾ തഫ്സീറുകളിൽ തന്നെ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ് ഇത് കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റുക. ഉദാഹരണത്തിന് ഇപ്പോൾ സൂറത്തുൽ ഖിയാമയിലെ ഒരു ആയത്താണ് ബലാ ഖാദിരീന അല അൻ നുസവ്വിയ ബനാന, നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പുകളെ ഒരുപോലെയാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു, പക്ഷേ അങ്ങനെ ആക്കിയില്ല. അതിൻ്റെ മഫ്ഹൂം മുഖാലഫ. അപ്പോൾ പഴയ കാലത്തൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തഫ്സീർ തൊബരി, ഇബ്നു ജരീർ തൊബരി 923 മരിക്കുന്നത്, 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മുഫസ്സിറാണ്. അപ്പോൾ തഫ്സീർ തൊബരിയിൽ ബലാ ഖാദിരീന അല അൻ നുസവ്വിയ ബനാന എന്നതിന് അദ്ദേഹം തഫ്സീർ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ വിരലുകളെ അള്ളാഹു ഒന്നാക്കിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അതായത് വിരലുകളൊക്കെ ശരിക്കും അള്ളാഹു ഒരു കട്ടാക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കുതിരയുടെയും ഒട്ടകത്തിൻ്റെയൊക്കെ കുളമ്പ്, ഈ ഹുഫുൽ ബഈർ ഹാഫിറുൽ ഹിമാർ, അപ്പോൾ അതിൻ്റെയൊക്കെ കുളമ്പ് നിങ്ങൾക്ക് പോത്ത് പശുവിൻ്റെയൊക്കെ വിരലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലോ. അതൊരു കട്ടയാണ്, ഒരു കുളമ്പാണ്. അതുപോലെ എന്താവും അള്ളാഹു നമ്മളെ ആക്കിയില്ല, നമുക്ക് എന്താക്കി വ്യത്യസ്തമായ വിരലുകൾ അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നാണ് ഇബ്നു ജരീർ തൊബരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, ഇതിനെ തഫ്സീർ ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആധുനിക തഫ്സീറുകളിലൊക്കെ നമുക്ക് ഒരു മാറ്റം കാണാൻ പറ്റും. കാരണം ഈ ബനാൻ എന്ന് പറഞ്ഞാൽ വിരലിൻ്റെ അറ്റം,
അപ്പോൾ ഇന്നിപ്പോൾ ഈ ഫിംഗർ പ്രിൻ്റൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബലാ ഖാദിരീന അലാ നുസവിയ ബനാന എന്നുള്ള ഈ ഒരു ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇത് കുളമ്പ് പോലെ ആക്കിയില്ല എന്നതിനേക്കാളും ഫിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ഇത് ഫിംഗർ പ്രിൻ്റ് ആണ് ഇതിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇതൊരിക്കലും ഇബ്നു ജരീർ തബരിയേക്കാളും നമുക്ക് അറിവുള്ളത് കൊണ്ടല്ല. അദ്ദേഹം 10-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു ഇൻസൈറ്റ് അത് ഈ കാലത്തുള്ള ആർക്കും കിട്ടുന്ന ഒരു പരിചയമാണ്. നമുക്ക് സ്കൂളിലൊന്നും പഠിക്കാൻ പോയില്ലെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിലെ ആദിവാസികൾ വരെ അവർ റേഷൻ കടയിൽ പോകുമ്പോൾ അവർക്ക് അരി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ ഫിംഗർ പ്രിൻറ്റ് അവിടെ കൊടുക്കണം, റേഷൻ കടയിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ. അപ്പോൾ ഈ പഴയ കാലത്തെ തഫ്സീറുകളെക്കാളും പുതിയ തഫ്സീറുകളിൽ ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തോടും സംവദിക്കുന്ന വേദഗ്രന്ഥമാണല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം സ്വാഭാവികമായിട്ടും തഫ്സീറുകളിലും റിഫ്ലക്റ്റ് ചെയ്യും. ഖുർആനിൻ്റെ ശാസ്ത്രീയ പഠനം, അതായത് ഖുർആൻ്റെ ശാസ്ത്രീയ വായന എന്നുള്ളത് ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് സ്വീകരിക്കേണ്ട ഒരു ഏത് രീതിയിലാണ് നമ്മളത് സ്വീകരിക്കേണ്ടത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ശാസ്ത്രവുമായിട്ട് ഏത് സമീപനമാണ് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നതെന്നുള്ളത്. ഈ വിഷയത്തിലും ഖുർആനിക പണ്ഡിതന്മാർക്കിടയിൽ പല ചിന്താധാരകളും നമുക്കുള്ളതായിട്ട് കാണാൻ പറ്റും. ഒരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതുപോലെ സയൻസ് ഇത് രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. കാരണം സയൻസിന് എന്ന് പറഞ്ഞാൽ എന്താണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സയൻസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരിക്കലും മാറ്റല്ല. ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി. അതെന്താണ്, അള്ളാഹുവിൽ നിന്നും ഇറങ്ങിയ അതിന് ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ലാതെ അള്ളാഹു സംരക്ഷിക്കുന്ന പ്രോമിസ് ചെയ്തൊരു സംഗതി കൂടിയാണല്ലോ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ ഒരിക്കലും മാറാത്ത വിശുദ്ധ ഖുർആൻ, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സയൻസ്, ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമല്ലേ എന്നാണ് ഒരു വിഭാഗം സ്കോളേഴ്സ് ചിന്തിക്കുന്നത്. എന്നാൽ വേറൊരു വിഭാഗം സ്കോളേഴ്സ്, അത് കുറച്ചും കൂടി പോപ്പുലറായ ഒരു ധാരയാണിത്. അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തോടും ആ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിൻ്റെ സുന്നത്ത്. ഇപ്പോൾ അത് നമുക്ക് മുഴുവൻ നബിമാരുടെയും ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ നബിമാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആ ചരിത്രത്തിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ മൂസാ നബിയുടെ കാലത്തെത്തുമ്പോൾ അന്ന് സാഹിര്യങ്ങളായിരുന്നു, മാരണം, മാജിക്, അത്ഭുത സിദ്ധികൾ. അപ്പോൾ അത്തരം അത്ഭുത സിദ്ധികളായിരുന്നു ആദ്യകാല നബിമാർക്കൊക്കെ ഉണ്ടായിരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെത്തുമ്പോൾ അത്തരം മാജിക്കിൻ്റെ ഒക്കെ പ്രാധാന്യം കുറഞ്ഞു. കുറച്ചും കൂടി എന്താണ്, ഫസാഹത്ത്, ബലാഗത്തായിരുന്നു നബിയുടെ കാലത്തുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ കുറച്ചും കൂടി അവരെ വിശുദ്ധ ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരെ വെല്ലുവിളിക്കുന്നു, ചാലഞ്ച് ചെയ്യുന്നു. ഈ ആയാത്തു തഹദ്ദി കുറേ ഇറങ്ങുന്നു. അങ്ങനെ അപ്പോൾ ഇത് റസൂലിൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നത്തെ കാലത്തെത്തും ഇന്നിപ്പോൾ ഈ സാഹിത്യ സമ്പുഷ്ടത എന്നുള്ളത് വളരെ വലിയ ഒരു പോപ്പുലറായ ഒരു മേഖലയൊന്നുമല്ല. ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ലോകത്ത് ഏറ്റവും ജനകീയമായ സ്വാധീനമുള്ളൊരു മേഖല എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തോട്, ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യനോട് വിശുദ്ധ ഖുർആന് ഏറ്റവും അധികം സംവദിക്കാനാവുക എന്തുകൊണ്ടാണ്? ഈ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു ഇഅ്ജാസ്, അമാനുഷികത നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം സ്കോളേഴ്സ് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ സയൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളും നേരെ വിശുദ്ധ ഖുർആനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതും വളരെ അപകടകരമാണെന്നുള്ളൊരു സംശയമില്ല. കാരണം നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഒരിക്കലും മാറൂല, സയൻസ് നിരന്തരം മാറുന്നതാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ സയൻറ്റിഫിക് ഫാക്ട്സ് ആൻഡ് സയൻറ്റിഫിക് തിയറീസ്. ഈ ശാസ്ത്രീയമായ കുറേ സത്യങ്ങളുണ്ടാവും, എല്ലാവർക്കും ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന ശാസ്ത്രീയ സത്യങ്ങൾ. വേറെ കുറേ സിദ്ധാന്തങ്ങളുണ്ടാവും, തിയറീസ്. അപ്പോൾ സയൻറ്റിഫിക് തിയറീസിനെ വിശുദ്ധ ഖുർആനുമായിട്ട് വല്ലാതെ കണക്ട് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം തിയറീസ് നിരന്തരം മാറാം. എന്നാൽ ഇത്തരം ഫാക്റ്റുകളെ നമുക്ക് കണക്ട് ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം, അത് ഒരു തിയറിയാണെന്ന് ആരും പറയില്ല. കാരണം നമ്മൾ നിരന്തരം കാണുന്ന, നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന നമ്മുടെ ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുന്നു. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനും വേണ്ടി അവിടുത്തെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിക്കുന്നു. തുടങ്ങിയ രീതിയിൽ എല്ലാവരും കാണുന്ന സംഗതിയാണ്. എന്നാൽ ഇപ്പോൾ തിയറി ആണെങ്കിൽ ബിഗ് ബാങ് തിയറി, ഈ യൂണിവേഴ്സിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറിയുമായിട്ട് വിശുദ്ധ ഖുർആനെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ആയത്താണ് അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ ഫഫതഖ്നാഹുമ. അപ്പോൾ ആദ്യം ഇതൊന്നായിട്ട് ഒരു കട്ടയായിരുന്നു, പിന്നീട് അള്ളാഹു എന്താക്കി, അതിനെങ്ങനെ വിഘടിപ്പിച്ച് കൊണ്ടുപോയി. ഈ ഒരു ആയത്ത് വെച്ചിട്ട് ബിഗ് ബാങ് തിയറി വിശുദ്ധ ഖുർആൻ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ?
കാരണം ഇപ്പോൾ ബിഗ് ബാങ് തിയറി എന്നുള്ളത് വളരെ പോപ്പുലറാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബിഗ് ബാങ് അല്ല മറ്റൊരു തിയറി ആയിരിക്കാം ആ സ്ഥാനത്ത് വരുന്നത്. അങ്ങനെ വന്നാൽ നമ്മൾ ഈ ആയത്തിനെ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺസേണാണ് അവിടെ വെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ സയൻസുമായിട്ട് വിശുദ്ധ ഖുർആനെ കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയിൽ തന്നെ കുറേ തഫ്സീറുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മേഖല മാത്രം ഫോക്കസ് ചെയ്യുന്ന, ഉദാഹരണത്തിന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട തഫ്സീറുൽ ജവാഹിർ, ഈജിപ്ഷ്യൻ സ്കോളറായ തൊൻതാവി ജൗഹരിയാണ് അതിൻ്റെ മുഫസ്സിർ. അപ്പോൾ കാര്യമായിട്ട് തഫ്സീറിനെയാണ് കാര്യമായിട്ട് സയൻസിനെയാണ് ഈ ഒരു തഫ്സീറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഖുർആനും സയൻസും ഉള്ള ആ ഒരു പാരസ്പര്യം അത് ചർച്ച ചെയ്യുമ്പോൾ എന്താണ്, ഈ ശാസ്ത്രീയ മേഖലയുമായി കോൺട്രാഡിക്ടറി ആണെന്ന് പറയപ്പെടുന്ന കുറേ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നുള്ളൊരു ചോദ്യം വരാം. അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി ആലോചിക്കുകയാണെങ്കിൽ കോൺട്രാഡിക്ഷൻ ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് എത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയെക്കുറിച്ച് പറയുന്നു, എന്താണ്, വൽ അർള മദദ്നഹ, ഭൂമിയെ അള്ളാഹു പരത്തി, അവലം അങ്ങനെ ഇലൽ അർളി കൈഫ സുത്തിഹത്, ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, ഭൂമിയെ എങ്ങനെയാണ് അള്ളാഹു എന്താക്കിയത്, പരത്തിയത് എന്ന്. അപ്പോൾ ഭൂമി പരന്നതാണെന്ന് പണ്ട് കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് എന്താണ്, ഒരു പ്രൂവൺ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ ഭൂമി ഉരുണ്ടതായ ഈ കാലത്ത് ഭൂമിയെ പരത്തി എന്ന് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഭൂമിയെ പരത്തി എന്നല്ല പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതിന് ചില സ്കോളേഴ്സൊക്കെ പറഞ്ഞിരുന്നത് ഭൂമി ഉരുണ്ടതാണെങ്കിലും നമ്മൾ കാണുമ്പോൾ പരന്നതാണ്, അതുകൊണ്ടാണ് ഖുർആനിൽ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയപ്പെടാറുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി റിസർച്ചൊക്കെ നടത്തിയ ആളുകൾ പറഞ്ഞത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള അതിൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഭൂമിയെ പരത്തി എന്നുള്ളത് ഭൂമി ഉരുണ്ടതാണ് എന്നതിൻ്റെ ഒരു തെളിവാണെന്നാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രതലം, ഇപ്പോൾ ഈ ഒരു ഫോൺ, ഇതിപ്പോൾ ഇതിൻ്റെ പ്രതലം പരത്തിയതാണെന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്ത് നിൽക്കുന്ന, ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് പരന്നതായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിൽ നിൽക്കുന്ന ഞാൻ ഈ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ പരന്നതാണ്. ഞാൻ ഈ അറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഭൂമി ഇങ്ങോട്ട് പരന്നതല്ലല്ലോ. അപ്പോൾ ഒരു പരന്ന സാധനമാണെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് പരന്നതല്ലാതെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഉരുണ്ടതായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നിൽക്കുന്ന ആൾക്ക് 4 ഭാഗങ്ങളുണ്ട്, ഇവിടെ നിൽക്കുന്ന ആൾക്ക് എല്ലാ ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഏത് ഭാഗങ്ങളിൽ നിന്നാലും നമുക്ക് ഭൂമി പരന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതിനർത്ഥം ഭൂമി ഒരിക്കലും എന്തല്ല, പൂർണ്ണമായും പരന്നതല്ല. പരന്നതാണെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ അത് പരന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ഭൂമി ഗോളാകൃതിയിലായതുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിൽക്കുന്ന ഇയാൾക്കും എന്ത് ചെയ്യുന്നു, ഭൂമി പരന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ ഒരു അറ്റം നമ്മൾ എവിടെയും കാണുന്നില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനത്തെ ഓരോ ആയത്തുകളും ഇത്ര സൂക്ഷ്മമായിട്ട് അതിൽ ചിന്തിക്കുമ്പോൾ എന്താണ്, അത് പൂർണ്ണമായും എന്താണ് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ അള്ളാഹുവാണ്. അള്ളാഹുവിന് ശാസ്ത്രം കണ്ടെത്തിയിട്ട് അല്ലല്ലോ ഭൂമി ഉരുണ്ടതാണ് അള്ളാഹു അറിയുന്നത്. അള്ളാഹു ഫാത്തിറു സമാവാതി വൽ അർളാണ്, അള്ളാഹുവാണ് ഇതൊക്കെ സംവിധാനിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു മേഖലയിൽ കുറേ ആലോചിക്കുക, അതിനനുസരിച്ച് കണ്ടെത്തുക എന്നുള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ സാധാരണ മുസ്ലിങ്ങളൊക്കെ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, സയൻസ് എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്തും. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ്, അതിനെക്കുറിച്ച് സയൻസ് കണ്ടെത്തുന്നു. സയൻസ് കണ്ടെത്തിയ ശേഷം നമ്മൾ പറയുന്നു, ഇത് ഞങ്ങൾ എന്തായിട്ടുണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ശരിക്ക് മുസ്ലിം ലോകം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്തരം ആയത്തുകൾ, ഇപ്പോൾ ബനാ ഖാദിരിൻ അല നുസവിയ ബനാന എന്നൊരു ആയത്ത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ വിരലിൻ്റെ അറ്റങ്ങളിൽ എന്തോ കിടക്കുന്നുണ്ടല്ലോ എന്ന് ഒരു മുസ്ലിം സയൻറ്റിസ്റ്റിന് ഒരു ഉത്ബോധം ഉണ്ടാവുകയും ആ ഒരു ബോധത്തിൻ്റെ പുറത്ത് അദ്ദേഹം കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഇത് കണ്ടെത്തുന്ന ആളുകൾ നമ്മളാവണം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ നിരന്തരം എന്ത് ചെയ്യുന്നത്, അഫല തഅഖിലൂൻ എന്നൊക്കെ തുടങ്ങിയിട്ട് നിരന്തരം ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ഖുർആൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ സയൻസിനെ കുറിച്ചുള്ള ഒരു മുസ്ലിമിൻ്റെ ആലോചനകളും അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതും വിശുദ്ധ ഖുർആനെ സയൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതും എന്നാണ് തോന്നുന്നത്. ഈ ഖുർആന് അതിൻ്റെതായ ഭാഷ ഉണ്ട്, അതുപോലെ തന്നെ ആശയങ്ങളുമുണ്ട്, പ്രയോഗങ്ങളുമുണ്ട്. അത് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ അമാനുഷികത പോവുകയില്ലേ? ഇത് പൊതുവായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാദമാണ്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാവുന്നത്. അപ്പോൾ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഖുർആൻ പരിഭാഷയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അത് തുടക്കകാലം മുതലേ ഉണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കലും അതിൻ്റെ ആശയങ്ങൾ മാത്രം പ്രധാനം എന്നല്ല. അത് എന്താണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വേർബാറ്റിമായിട്ടുള്ള കലാമാണ്. അതിൻ്റെ ആശയങ്ങളല്ല ഈ ഖുർആനിലുള്ളത്. അള്ളാഹു എന്താണോ പറഞ്ഞത് അതാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അർത്ഥം മാത്രമല്ല അള്ളാഹുവിൻ്റെ കലാമ്, അതിൻ്റെ അറബി ഭാഷ, ഖുർആൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാഷയിൽ അള്ളാഹു ഈ ഒരു കലാമ് മനുഷ്യന്മാർക്ക് കൊടുക്കണം. ആ കലാമ് കൈപ്പറ്റിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂൽ അറബി ആയതുകൊണ്ട് ഖുർആൻ അറബിയിലായി എന്നല്ലല്ലോ. വിശുദ്ധ ഖുർആനിൽ നിരന്തരം ഖുർആൻ്റെ ആ ഒരു അറബി ഭാഷ, അറബിസിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ ഹുക്മൻ അറബിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം അറബി ഖുർആൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ അറബി ഭാഷയിലാവുക എന്നുള്ളത് ഖുർആൻ്റെ എന്താണ്, ഒരു അടിസ്ഥാനപരമായ വിശേഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അറബിയാണ്. അറബി ഖുർആൻ, മലയാളം ഖുർആൻ എന്നൊന്നും പറയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അറബിയിലാണ്, ഒറിജിനൽ അറബിയാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഷ. അറബിയിലൊരു തഫ്സീർ പറഞ്ഞാൽ പോലും അത് വിശുദ്ധ ഖുർആൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഖുർആൻ, അങ്ങനത്തെ കലാമുള്ള മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു കൺസേൺ തന്നെ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഖുർആൻ്റെ ഈ ഒരു കണ്ടൻറ്റ് മാത്രമല്ല, അതിൻ്റെ ഭാഷയും എന്താണ്, ദൈവികമാണ്, ആ ഭാഷ അമാനുഷികമാണ്. അപ്പോൾ മറ്റൊരു ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ഖുർആൻ്റെ ഈ ഒരു അമാനുഷികത, ഈ ഒരു ഇഅ്ജാസിൻ്റെ എലമെൻറ്റ് മിസ്സാവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കൺസേൺ. അതുകൊണ്ടാണ് പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് കുറേ സ്കോളേഴ്സ് വിശ്വസിച്ചത്. എന്നാൽ അതേസമയം ഖുർആൻ്റെ ഈ ഒരു സന്മാർഗം അത് മുഴുവൻ മനുഷ്യർക്കും കിട്ടണമെങ്കിൽ അത് ഓരോ ഭാഷകളിലേക്കും ആക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ മെസ്സേജ് കിട്ടുള്ളൂ എന്നും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പറ്റും എന്ന് വേറൊരു വിഭാഗം സ്കോളേഴ്സ് വിശ്വസിക്കുന്നത്. ഇനി ഈ ഒരു പരിഭാഷയുടെ ഒരു ഹിസ്റ്ററിക്കൽ ട്രാജക്ടറി പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ചരിത്ര നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ, ചരിത്രത്തിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ, റസൂലിൻ്റെ ജീവിതകാലം അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഭാഗങ്ങളെങ്കിലും പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ പേർഷ്യക്കാർക്ക് പരിഭാഷപ്പെടുത്തിയെന്ന് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ടും ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരിക്കലും ഖുർആൻ പരിഭാഷയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഖുർആൻ ഇസ്ലാമിൻ്റെ ആദ്യകാല തലമുറകളൊക്കെ എന്തായിരുന്നു, പൂർണ്ണമായും അറബികളായിരുന്നു. റസൂലിൻ്റെ കാലത്ത് പൂർണ്ണമായും അറബികളായിരുന്നു. ഇനി വളരെ കുറഞ്ഞ അനറബികൾ. ഇപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു പേർഷ്യക്കാരനാണ്, പക്ഷെ അദ്ദേഹം എന്തായിരുന്നു, അറബി ആയിരുന്നു. അറബി പഠിച്ച് അറേബ്യയിൽ ജീവിച്ച ഒരു അറബി ആയി മാറിയിരുന്നു അദ്ദേഹം. ഇനി ഖലീഫമാരുടെ കാലത്ത്, ഖിലാഫത്ത് റാഷിദയുടെ കാലത്ത് തന്നെ അറേബ്യക്ക് പുറത്തേക്ക് ഇസ്ലാം വ്യാപിച്ചു. പക്ഷെ അപ്പോഴും എന്താണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഷ അറബി ഭാഷയായിട്ടാണ് മാറുന്നത്. പിന്നെ അറേബ്യക്ക് പുറത്തേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോഴും അവിടെ ഇസ്ലാമൈസേഷൻ സംഭവിക്കുമ്പോൾ തന്നെ അറബൈസേഷനും സംഭവിക്കുന്നു. അതായത് ഒരു പുതിയ നാട്ടിലേക്ക് ഇസ്ലാം എത്തിയാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണഭാഷയ്ക്ക് അറബിയായിട്ട് മാറുന്നു. ഇതായിരുന്നു ആദ്യ നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിഭാഷയ്ക്ക് കുറച്ചും കൂടി ആവശ്യകത കൂടി. അങ്ങനെയാണ് ഈ പരിഭാഷയുടെ ആവശ്യകത കൂടി വരുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം അത് നമ്മൾ നിരീക്ഷിക്കൽ പ്രധാനമാണ്. കാരണം ആദ്യകാലങ്ങളിൽ പരിഭാഷ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങനെ അതിൻ്റെ ആവശ്യകത കൂടി വരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഭാഷ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കുറേ ചർച്ചകൾ. ഒരു വിഭാഗം സ്കോളേഴ്സ് പറ്റും, മറ്റൊരു വിഭാഗം സ്കോളേഴ്സ് പറ്റൂല എന്ന് തുടങ്ങിയിട്ട് കുറേ ചർച്ചകൾ. പിന്നെ നൂറ്റാണ്ടുകളോളം മുസ്ലിം ലോകം ഖുർആൻ പരിഭാഷപ്പെടുത്താൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ്. ഏറ്റവും ആദ്യത്തെ ഖുർആൻ പരിഭാഷ അല്ലെങ്കിൽ തഫ്സീറിൻ്റെ പരിഭാഷ സംഭവിക്കുന്നത് തന്നെ 10-ാം നൂറ്റാണ്ടിലാണ്. അത് എന്ത് ചെയ്യുന്നു, തഫ്സീർ തബരി പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. അതാണ് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തുന്ന ഒരു സംഭവം. പിന്നീട് 12-ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ലാറ്റിൻ ഭാഷയിലേക്ക് ഖുർആൻ പരിഭാഷപ്പെടുത്തപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ടും എന്താണ്, ക്രിസ്ത്യൻസ് ആണ് അത് പരിഭാഷപ്പെടുത്തുന്നത്. അവർക്ക് അവരുടേതായ എന്തായിരുന്നു, റിലീജിയസ് മോട്ടീവ്സ് അതിന് പിന്നിലുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലം ഈ പാശ്ചാത്യ നാടുകളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഷകളിലൊക്കെ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നു. വളരെ വളച്ചൊടിച്ച രീതിയിലായിരുന്നു ആ പരിഭാഷകളിൽ ഇന്ന് നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നീട് അങ്ങനെ ഒരു 18-19 നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേ പിന്നെ മുസ്ലിം ലോകത്ത് പിന്നെയും പരിഭാഷകൾ വേണം എന്നുള്ളൊരു ചിന്ത ശക്തിപ്പെടുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വളച്ചൊടിക്കപ്പെട്ട ഈ ഖുർആൻ പരിഭാഷകൾ അത് വായിച്ചിട്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തുള്ള അക്കാഡമീഷ്യൻസും അവിടുത്തെ ചിന്തകരടക്കം എന്ത് ചെയ്യുന്നു, വളരെ തെറ്റായ രീതിയിൽ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. മുസ്ലിങ്ങൾ പോലും ഇത്തരം പരിഭാഷകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് പിന്നെ മുസ്ലിം ലോകവും ഇതിലേക്ക് ഇറങ്ങുന്നതും പരിഭാഷപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ ഈ ഖുർആൻ പരിഭാഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഖുർആൻ്റെ എല്ലാ അമാനുഷിക എലമെൻറ്റുകളും അതിലുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പരിഭാഷയുടെ വിഷയത്തിലൊക്കെ മുസ്ലിം ലോകത്തിന് പല ചർച്ചകളും നടക്കുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1936 അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫത്വ ഈ വിഷയത്തിൽ വരികയുണ്ടായി. ആ ഫത്വയിൽ പറയുന്നത് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ഖുർആൻ്റെ ഒരു പദാനുപത പരിഭാഷ എന്നുള്ളത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. തർജമ ഹർഫിയ ഒരിക്കലും സാധ്യമാവില്ല, പക്ഷേ തർജമ തഫ്സീരിയ സാധ്യമാണ്. അതായത് അറബി ഭാഷയിൽ ഖുർആനെ തഫ്സീർ ചെയ്യുന്നത് പോലെ മലയാള ഭാഷയിലുള്ള ഖുർആൻ്റെ തഫ്സീറാണ് എന്ത്
മലയാളത്തിൽ പരിഭാഷ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ പരിഭാഷകൾക്ക് വേണ്ട കുറച്ച് നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. അതായത് ആമുഖത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഇത് വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം മാത്രമാണ് ഇതിൽ പറയുന്നത്. ഖുർആൻ എന്നുള്ള ആ ഒരു അമാനുഷികമായ ഇതിൻ്റെ ലുഗവിയായിട്ടുള്ള കാര്യങ്ങൾ, ഭാഷാപരമായ സംഗതികളൊക്കെ ഇതിൽ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം മാത്രമല്ല, പല അർത്ഥങ്ങളും ഉണ്ടാവാം. അതിലൊരു അർത്ഥം മാത്രമാണ് ഇത്, അർത്ഥം മാത്രമാകാം ഇത് എന്നുള്ള രീതിയിലൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ എന്നാണല്ലോ നമ്മൾ പറയാറ്, അല്ലെങ്കിൽ മലയാള വിവർത്തനം എന്ന ടേംസാണ് നമ്മൾ ഉപയോഗിക്കല്. ഒരിക്കലും മലയാളം ഖുർആൻ എന്ന് പറയാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻസ് ബൈബിൾ മലയാള പരിഭാഷ എന്നല്ല പറയാറ്, മലയാളം ബൈബിൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ലുഗവിയായ ഈ ഒരു ഇഅ്ജാസ് ഇതിലൊരിക്കലും ഉണ്ടാവുന്നില്ല. ഇത് മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഇത്തരം ഒരു ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കുന്നത്. ഉസ്താദ് നമ്മളുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം നൽകുകയുണ്ടായി. ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.